കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സിനിമാ വിലക്കിൽ പ്രതികരിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. IFFKയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുന്നതിൽ കാലതാമസം ഉണ്ടായില്ല എന്ന് റസൂൽ പൂക്കുട്ടി പറയുന്നു. ശരിക്കും ചിത്രങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് അയച്ചത് എന്ന രീതിയിൽ ഡോക്ടർ ബിജുവിനെ പോലുള്ള ചില ആളുകളൊക്കെ വിമർശനം ഉയർത്തിയിരുന്ന പശ്ചാത്തലത്തിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി ഈ വിശദീകരണം നൽകുന്നത്. കേന്ദ്ര സർക്കാർ വിലക്കിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ധീരമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിലക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും റസൂൽ പൂക്കുട്ടി. വളരെ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 9 സിനിമകൾ പ്രദർശന അനുമതി തരാതിരിക്കാനുള്ള സെൻട്രൽ ഗവൺമെൻറ് തീരുമാനം. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ബിക്കോസ് ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ആക്ടിവിറ്റിയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള സിനിമകളും എന്തൊക്കെയാണോ ക്യൂറേറ്റ് ചെയ്യപ്പെടുന്നത്, ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളെല്ലാം കാണിക്കണം, അതിനുള്ള അവസരം ഉണ്ടാകണം. ഒരുപക്ഷെ ഇതൊരിക്കലും ഇഫിക്ക് ഉണ്ടാകത്തില്ല. ഇഫി ഒഴിച്ചിട്ടുള്ള ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ്, ഇന്ത്യയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഉണ്ടാകാൻ പോകുന്നത്. അത് ഇഫ്കയ്ക്ക് 30th എഡിഷനിൽ സംഭവിച്ചത് വളരെ അൺഫോർച്ചുനേറ്റ് ഒരു അവസ്ഥാവിശേഷമാണ്. In the given scenario of where the exhibition exemption has not come from INB Ministry, state government has taken a very firm stand to show these films. I think it is standing with the spirit of IFK, standing with the spirit of freedom of expression that cannot be curtailed. I think it is a very, very strong position that Kerala government has taken, and we support it and we are related at that position taken by the government of Kerala. ലണ്ടനിൽ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ടാണ് താൻ ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഇക്കാര്യം നേരത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ തൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും റസൂൽ പൂക്കുട്ടിയുടെ അവകാശവാദം. There wasn't any delay. അത് ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എഡിഷനിൽ നടന്ന ഫെസ്റ്റിവലിന് എന്തായിരുന്നോ ടൈം ലൈൻ, അതേ ടൈം ലൈനിലാണ് ഇപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാരണം, ഇത്തവണ വളരെ പ്രത്യേകമായിട്ട് ഈ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിന് വരുന്ന വിസ നിഷ്കർഷിക്കുകയുണ്ടായി. അതായത് കോൺഫറൻസ് വിസകൾ മാത്രമേ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കോൺഫറൻസ് വിസകളിലൂടെ അപ്ലൈ ചെയ്ത് സാങ്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിനെ ഇവിടെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നോട്ടീസ് IB ഞങ്ങൾക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ കോൺഫറൻസ് വിസയ്ക്ക് കുറേ നൂലാമാലകളുണ്ട്. അതിനൊരുപാട് പൊളിറ്റിക്കൽ ക്ലിയറൻസിൻ്റെ ആവശ്യമുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഇത്ര ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ വരുന്നു, അവരുടെ സിനിമകൾ മാത്രമേ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു ഫൈനൽ ലിസ്റ്റ് നമുക്കുണ്ടാകുന്നത്. 2-ാം തീയതിയാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നത്. 3-ാം തീയതി നമ്മൾ ലിസ്റ്റ് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഡിലേ ഉണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. കമൽ പറഞ്ഞത് അങ്ങനെയല്ല. കമൽ പറഞ്ഞത് ഞാൻ നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലണ്ടനിൽ ഒരു ഫിലിമിന് കമ്മിറ്റഡ് ആണ്. അത് പ്രത്യേകിച്ചും എൻ്റെ വർക്ക് വിസയും മറ്റൊക്കെ എൻ്റെ പേരിൽ വന്നതുകൊണ്ട് എനിക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം ഞാൻ എത്തിക്കോളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഫെസ്റ്റിവലിന് തീരുന്നതിന് മുമ്പ് അതിന് എത്തുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ചെയർമാൻ സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ ഫെസ്റ്റിവൽ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഫെസ്റ്റിവലിൻ്റെ ഓരോ കാര്യങ്ങളും മിനിറ്റ് ബൈ മിനിറ്റ് ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫെസ്റ്റിവലിനുള്ള 185 സിനിമകളുടെ അനുമതി നിഷേധിച്ച ആ നിമിഷം മുതൽ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളുമായിട്ടും ബ്യൂറോക്രാറ്റ്സുമായിട്ടും മിനിസ്റ്റേഴ്സുമായിട്ടും ഒക്കെ സമ്പർക്കത്തിലാണ്. ഈ സിനിമകൾ ബാച്ച് ബൈ ബാച്ചായിട്ട് റിലീസ് ചെയ്യുവാനുള്ള മുഴുവൻ പ്രയത്നങ്ങൾ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊണ്ടുവരാനുള്ള മുൻകൈ എടുക്കുന്നത് ഞാനാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ഒരു ഫെസ്റ്റിവൽ ചെയർമാൻ ടാഗോർ തിയേറ്ററിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സാധാരണ ആളുകളുടെ അഭിപ്രായം, ചില ഫ്രിഞ്ച് എലിമെൻറ്റ്സ് പറയുന്ന അഭിപ്രായത്തെ ഞാൻ വില കൽപ്പിക്കുന്നില്ല. അതിന് കാരണം അങ്ങനെയല്ല ഒരു അക്കാഡമിയുടെ ചെയർമാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള ഒരു മുൻധാരണയോട് കൂടി പറയുന്നതുകൊണ്ടാണ്. ഈ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിമിഷം പ്രതി അടിക്കടി എന്നെ അതിൻ്റെ ഫെസ്റ്റിവൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വൈസ് ചെയർമാനും സെക്രട്ടറിയും നിരന്തരം അറിയിക്കുന്നുണ്ട്. ഞാനുമായി ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു പാകപ്പിഴകളും വന്നിട്ടില്ല.
ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആയിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ വിർച്വലി ഐ ബീൻ പ്രസൻറ്റ് ഫോർ എവറി മൊമെൻറ്റ്, എവറി ഡിസിഷൻ മേക്കിങ്സ് ആൻഡ് എവറിഥിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഐ എം ദെയർ. ആ ഒരു ക്രിറ്റിസിസത്തോട് ഞാൻ യോജിക്കുന്നില്ല, അതിനോട് ഞാൻ വില കൽപ്പിക്കുന്നുമില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ്. ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിലേക്ക് വരും, തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല കാര്യങ്ങളും അദ്ദേഹം പിന്തുടരുന്നുണ്ടെന്ന് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.